ചിലപ്പോഴൊക്കെ ശരീരഭാഷ അല്പം പിശകായി തോന്നാമെങ്കിലും നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആളൊരു കൊച്ചുമിടുക്കനാ. 99 അംഗങ്ങളുള്ള ഭരണകക്ഷിക്കെതിരെ 10-40 പ്രതിപക്ഷ അംഗങ്ങളെ വെച്ചുകൊണ്ട് അതിഗംഭീരമായ പ്രകടനത്തിനാണ് അദ്ദേഹം നേതൃത്വം കൊടുക്കുന്നത്. നന്നായി പഠിച്ചുകൊണ്ട് സംസാരിക്കും, ഭംഗിയായിട്ട് അവതരിപ്പിക്കും. അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ മികവ്, സ്വന്തം കക്ഷിയിലുള്ള അല്ലെങ്കിൽ സ്വന്തം മുന്നണിയിലെ ഘടക കക്ഷികളിലുള്ള മിടുക്കന്മാരെ നന്നായിട്ട് പ്രയോജനപ്പെടുത്തുകയും ചെയ്യും. കോൺഗ്രസിൽ ഈ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന പദവി അത്ര ചെറിയ കാര്യമല്ല. അത് നമ്മൾ ചരിത്രം നോക്കുമ്പോൾ അറിയാതെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ഒരു ചവിട്ടുപടിയാ, ഒരു തൊട്ടു താഴത്തെ പടിയാ. ഭൈമികാമുഖന്മാർ പലരുമുണ്ട്. ഇപ്പൊ തന്നെ അടുത്ത തവണ UDF ജയിച്ചാൽ മുഖ്യമന്ത്രിയാകാൻ വസ്ത്രം അല്ലെങ്കിൽ വേഷം തയ്പ്പിച്ചു നിൽക്കുന്ന ആളുകളുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇവിടെ സതീശനൊരു അപ്പർ ഹാൻഡ് ഉണ്ട് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ. പക്ഷെ കഴിഞ്ഞ ജനുവരി 31-ാം തീയതിയാണെന്ന് തോന്നുന്നു, നിയമസഭയിൽ അദ്ദേഹത്തിനെതിരെ ഒരു വലിയ ആരോപണം കൊണ്ടുവന്നു. ആരോപണം ഉന്നയിച്ചത് ചില്ലറക്കാരനൊന്നുമല്ല, ഒരു കാലാവസ്ഥാ ശാസ്ത്രജ്ഞൻ കൂടിയായ നിലമ്പൂർ MLA PV അൻവറാണ്. ബാംഗ്ലൂരിലെയും ആന്ധ്രാപ്രദേശിലെയും IT ഭീമന്മാരിൽ നിന്ന്, വലിയ IT വ്യവസായികളിൽ നിന്ന് നമ്മുടെ സതീശൻ ഒരു 150 കോടി രൂപ വളരെ നൈസായി കബൂലാക്കിയെന്നാണ് അൻവർ സാഹിബ് നിയമസഭയിൽ പറഞ്ഞത്. അതിന്റെ വിഷയം നമ്മുടെ പിണറായി റെയിൽ വന്നു കഴിഞ്ഞാൽ അപ്പം നിൽക്കുന്ന സ്ത്രീകൾക്ക് മാത്രമല്ല, ഈ ബാംഗ്ലൂരിലോ അല്ലെങ്കിൽ ആന്ധ്രയിലെ മറ്റേതെങ്കിലും നഗരങ്ങളിലോ IT ജോലിക്ക് പോകാൻ ബുദ്ധിമുട്ടുള്ള, വീട്ടിൽ പ്രയാസമുള്ള കേരളത്തിലെ സ്ത്രീകളും പുരുഷന്മാരുമായ IT വിദഗ്ധർ അപ്പോൾ കേരളത്തിനുള്ളിലെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാനായിട്ട് തയ്യാറാവും. കാരണം നമ്മുടെ റെയിലുണ്ടല്ലോ, റെയിലേക്ക് കയറുന്നു, രാവിലെ തിരുവനന്തപുരത്ത് കയറുന്നു, 2-3 മണിക്കൂർ കഴിയുമ്പം കാസർഗോഡ് എത്തുന്നു, അല്ലെങ്കിൽ കാസർഗോഡ് കയറുന്നു, തിരിച്ചെത്തുന്നു. ഇതാണല്ലോ നമ്മുടെ റെയിൽ. അപ്പൊ ഈ റെയിൽ വന്നു കഴിഞ്ഞാൽ, അതിവേഗ വണ്ടി വന്നു കഴിഞ്ഞാൽ ഈ IT വിദഗ്ധരൊക്കെ ജോലിക്ക് പോകാൻ തയ്യാറാവും. അങ്ങനെ വരുമ്പോൾ ബാംഗ്ലൂരിലെ IT സ്ഥാപനങ്ങൾ ഇങ്ങോട്ട് വരും, കേരളത്തിലോട്ട് വരും. അപ്പം അവിടെ IT ബിസിനസ് നടത്തുന്നവർക്ക് ബുദ്ധിമുട്ടാണ്. അവിടുത്തെ IT വ്യവസായം പ്രതീക്ഷയിൽ കണ്ടുകൊണ്ട് വലിയ തോതിൽ റിയൽ എസ്റ്റേറ്റിൽ പണം മുടക്കിയവർക്ക് പ്രശ്നങ്ങളാവും. അവരപ്പോ ആലോചിച്ചു എന്താ ചെയ്യുക, നമുക്ക് സതീശനെ പിടിച്ചാലോ. ഒരു സതീശനുമായിട്ട് സംസാരിച്ചു. അവർക്ക് വേണ്ടത് ഈ കേരളയിൽ ഉണ്ടാകരുത്, അതിന് വലിയ പ്രക്ഷോഭങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകണം, നിയമസഭയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. അതിന് എത്ര പണം വേണം? 150 crores തന്നേക്കാമെന്ന് പറഞ്ഞു. കൊടുത്തു എന്ന് മാത്രമല്ല, അത് ബാംഗ്ലൂരിൽ നിന്ന് 3 മീൻ വണ്ടികളിലായിട്ട് ചാവക്കാട് ചേറ്റുവ കടപ്പുറത്തെത്തിച്ചു. 50 കോടി വീതം 3 വണ്ടികളിൽ. അത് എയർ കണ്ടീഷൻ ചെയ്ത മീൻ വണ്ടികളായിരുന്നു. കാരണം നമ്മുടെ ഈ 500 രൂപ നോട്ട് അതിനകത്ത് ഇരിക്കുകയല്ലേ, അത് ഉഷ്ണിച്ച് വിയർത്ത് ബുദ്ധിമുട്ടുണ്ടാകരുതല്ലോ എന്ന് കരുതി എയർ കണ്ടീഷൻ ചെയ്ത വണ്ടികളിലാണ് ചാവക്കാട് വരെ എത്തിച്ചത്. പിന്നീട് അവിടെ നിന്ന് നേരെ ആംബുലൻസിൽ കയറ്റുന്നു. അവിടെ സതീശന്റെ സിൽബന്ദികൾ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവരത് ആംബുലൻസിൽ കയറ്റി നേരെ തിരിച്ച് ബാംഗ്ലൂർക്ക് കൊണ്ടുപോയി. എന്നിട്ട് അവിടെ നിക്ഷേപിച്ചിരിക്കുക ആര്? നമ്മുടെ സതീശൻ. പക്ഷെ ഈ 150 കോടി നിക്ഷേപിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് സതീശനെ ഇരിക്കപ്പുറത്തി ഇല്ലാതായി, കിടന്ന ഉറക്കം വരുന്നില്ല. ഇതാരെങ്കിലും അടിച്ചു മാറ്റിയാലോ ബാംഗ്ലൂരിൽ നിന്ന്? അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യും? മാസത്തിൽ 3 തവണ ബാംഗ്ലൂർക്ക് പോകും. അവിടെ ചെന്ന് നമ്മൾ നിക്ഷേപിച്ചതൊക്കെ അവിടെ തന്നെ ഇരിപ്പുണ്ടോ, ആരെങ്കിലും അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് നോക്കും. ഇതാണ് നമ്മുടെ അൻവർ സാഹിബ് നിയമസഭയെ ബോധിപ്പിച്ച ഒരു വലിയ പ്രധാന ആരോപണം. ഇത് കേട്ടപ്പോ സതീശനോട് വളരെ ഇഷ്ടമുള്ള ഞാൻ പോലും സതീശൻ ഫിനിഷ്ഡ് ആയല്ലോ, കാര്യം കഴിഞ്ഞല്ലോ എന്ന് കരുതിപ്പോയതാ. ഇപ്പൊ അതാ കിടക്കുന്നു. വിജിലൻസിന്റെ അഭിഭാഷകൻ ഇപ്പൊ വിജിലൻസ് കോടതി പറഞ്ഞിരിക്കുക, ഈ കാര്യത്തിൽ സതീശനെതിരെ ഒരു അന്വേഷണവും നടത്തിയിട്ടൊരു കാര്യവുമില്ല, ഒരു തെളിവുമില്ലെന്ന്. അന്വേഷണം നടത്താൻ വേണ്ടി ആരോ കോടതിയെ സമീപിച്ചതാ. ഇത് പറയുന്ന ആരാ? വിജിലൻസിന്റെ വക്കീൽ. വിജിലൻസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? അത് പിണറായി കടയിൽ ഇരിക്കുന്ന ഒരു വലിയ ആയുധമാണ്. അവര് തന്നെ പറയുകയാണ് സതീശന്റെ പേരിൽ തെളിവുകളൊന്നുമില്ല, സതീശനെതിരായിട്ട് ഉന്നയിച്ച ആരോപണങ്ങൾ സ്വാഹ. പക്ഷെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ആൾക്കാർക്കും നമുക്കൊക്കെ എതിരായിട്ട് ധാരാളം അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. EDയുടെ അന്വേഷണം, SFIOയുടെ അന്വേഷണം, എക്സാലോജിക്കിനെ അന്വേഷിക്കുന്നു, എക്സാലോജിക്കുമായി ബന്ധമുള്ള 7 കമ്പനികളെ അന്വേഷിക്കുന്നു. അങ്ങനെ നമ്മളെ ഇങ്ങനെ അന്വേഷണത്തിന്റെ മുൾമുനയിൽ നിർത്തിയേക്കുക.
അപ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവിനെതിരെ കിട്ടിയ ഒരു തുരുമ്പ, ഇതൊരു കച്ചിത്തുരുമ്പ, അത് കളയാൻ പാടില്ല. പക്ഷെ വിജിലൻസിന്റെ വക്കീൽ അങ്ങനെയൊക്കെ പറയും. ഈ വക്കീൽ ആരാണെന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പഴയ കോൺഗ്രസ്സുകാരൻ വല്ലതും ആയിരിക്കും. അവരുടെ കാലത്തെങ്ങാനും വെച്ചതാണോ എന്നും നോക്കേണ്ടതുണ്ട്. അങ്ങനെ പറയുന്നതൊന്നും കേട്ടിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് ഈ സതീശനെ പിടിക്കാൻ കിട്ടിയ ഒരു കൊച്ചു തുരുമ്പ, കച്ചിത്തുരുമ്പ, അത് വിട്ടുകളയരുത്. അവസാനം വരെ ഈ കേസ് നമ്മൾ ഉയർത്തിപ്പിടിക്കുക തന്നെ വേണം. നിയമസഭ നടക്കുമ്പോൾ എഴുതി കൊടുത്തിട്ട് ആർക്കെതിരെയും ആരോപണം ഉന്നയിക്കാം. അത് മുഖ്യമന്ത്രിക്കെതിരെയാവാം, മറ്റ് മന്ത്രിമാരുടെ പേരിലാവാം, അതുപോലെ തന്നെ ഏതെങ്കിലും അംഗത്തിനെതിരെ പോലും നമുക്ക് ആരോപണം ഉന്നയിക്കാം. പക്ഷെ അത് നമ്മൾ നേരത്തെ എഴുതി കൊടുക്കണം. സ്പീക്കർ അതിന് അനുമതി നൽകുകയും വേണം. അങ്ങനെയാണ് ആ അവസരം ഉപയോഗിച്ചാണ് PV അൻവർ സാഹിബ് നമ്മുടെ സതീശനെതിരായിട്ടുള്ള ഈ ആരോപണം ഉന്നയിച്ചത്. സ്പീക്കർ യാതൊരു വൈമനസ്യവും കൂടാതെ അതിന് അനുമതി കൊടുക്കുകയും ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് മുഖ്യമന്ത്രിക്കെതിരെ ആക്ഷേപം ഉന്നയിക്കാനുള്ള അല്ലെങ്കിൽ ആരോപണം ഉന്നയിക്കാനുള്ള അനുമതി ചോദിച്ചുകൊണ്ട് നമ്മുടെ മാത്യു കുഴൽനാടൻ സ്പീക്കർക്ക് കത്ത് കൊടുക്കുന്നത്. അപ്പൊ സ്പീക്കർ പറഞ്ഞു, ശരി, നിങ്ങളെ തെളിവുകൾ കൊണ്ടുപോവാ. അപ്പൊ അദ്ദേഹം അപ്പൊ കുഴൽനാടൻ ചില തെളിവുകളൊക്കെ ഹാജരാക്കി. അപ്പൊ സ്പീക്കർ കയറി അങ്ങ് ജഡ്ജിയായി. അദ്ദേഹത്തിന് ഈ ഫോട്ടോസ്റ്റാറ്റ് ഒന്നും പോരാ, ഒറിജിനൽ രേഖ വേണം. ഒറിജിനൽ രേഖയില്ലാതെ യാതൊരു കാരണവശാലും മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ആരോപണം ഉന്നയിക്കാൻ സമ്മതിക്കില്ല. ഇത് ഈ ബജറ്റിന്റെ പൊതുചർച്ച നടക്കുന്ന ഒരു ദിവസമാണ് കുഴൽനാടൻ ഈ അവസരം ചോദിച്ചത്. അദ്ദേഹം പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ സ്പീക്കർ സ്ഥലത്തുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ വേദിയിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഷംസുദ്ദീൻ എന്ന് പറയുന്ന പ്രതിപക്ഷത്തു നിന്നുള്ള ഒരു പാനൽ ചെയർമാനാണ് സഭ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ കുഴൽനാടൻ എഴുന്നേറ്റപ്പോഴേക്ക് നമ്മുടെ സ്പീക്കർ പാഞ്ഞു വന്നു. സ്പീക്കർ പറഞ്ഞു, തെളിവുകളില്ലാതെ ഇത് അവതരിപ്പിക്കാൻ പാടില്ല. അത് മാത്രമല്ല, അദ്ദേഹത്തിന് ഒരു കാര്യത്തിൽ വലിയ നിഷ്കർഷയാണ്. സഭയുടെ വിശുദ്ധി കാത്തു സൂക്ഷിച്ചേ പറ്റൂ. സഭയുടെ പരിശുദ്ധിയെ ഇല്ലാതാക്കുന്ന യാതൊരു ഏർപ്പാടിനും നമ്മുടെ സ്പീക്കർ തയ്യാറല്ല. അതുകൊണ്ടാണ് ആ വിശുദ്ധി സംരക്ഷിക്കണം എന്ന കാര്യത്തിൽ നിർബന്ധ ബുദ്ധി ഉള്ളതുകൊണ്ടാണ് സഭയിൽ ഇല്ലാതിരുന്നിട്ടും കുഴൽനാടൻ എഴുന്നേറ്റു എന്നറിഞ്ഞപ്പോഴേക്കും അദ്ദേഹം പാഞ്ഞ് വേദിയിലേക്ക് വന്നത്. കുഴൽനാടൻ സംസാരിക്കാൻ നോക്കി. പക്ഷെ ഈ മൈക്കിന്റെ താക്കോൽ സ്പീക്കറുടെ ഇല്ല. അദ്ദേഹം പറഞ്ഞു ഓഫ് ചെയ്തേക്കാൻ പറഞ്ഞു, മൈക്ക് ഓഫ് ചെയ്തേക്കാൻ പറഞ്ഞു. അപ്പൊ തന്നെ മൈക്ക് ഓഫ് ചെയ്തു. കുഴൽനാടന്റെ പ്രസംഗവും ഓഫായി. പിന്നെ പ്രതിപക്ഷം ഒരു അല്ലറ ചില്ലറ ഇറങ്ങിപ്പോക്കൊക്കെ നടത്തി അങ്ങ് അവരും സംതൃപ്തരായി മടങ്ങി. അന്ന് അൻവർക്ക് ഈ ആരോപണം ഉന്നയിക്കുന്നതിന് യാതൊരു നിയന്ത്രണവും ഉണ്ടായില്ല. പക്ഷേ പിണറായിക്കെതിരെ ആരോപണം ഉന്നയിക്കാൻ കുഴൽനാടൻ ശ്രമിച്ചപ്പോൾ അപ്പൊ ചട്ടമായി, വിലക്കായി, സഭയുടെ പരിശുദ്ധിയായി. അതാണ് ഞങ്ങൾ CPM-കാരുടെ നിയമസഭയോടുള്ള വലിയ പ്രതിബദ്ധത, അതിന്റെ വിശുദ്ധിയോടുള്ള ഞങ്ങളുടെ ഒരു കൂറ് എന്നൊക്കെ പറയുന്നത് ഇതാണ്. ഇക്കാര്യത്തിൽ സ്പീക്കർക്ക് മാത്രമല്ല CPM-ന് ആകെ തന്നെ വലിയ പ്രതിബദ്ധതയാണുള്ളത് വിശുദ്ധിയുടെ കാര്യത്തിൽ. ഓർമ്മയിലെ കഴിഞ്ഞ UDF-ന്റെ അവസാനത്തെ ബജറ്റ് സമ്മേളനം, അന്ന് ബജറ്റ് അവതരിപ്പിച്ച KM മാണി, ആ ദിവസം അന്നത്തെ പ്രതിപക്ഷം സഭയുടെ വിശുദ്ധി പരിരക്ഷിക്കുന്നതിന് വേണ്ടി എന്തുമാത്രം സാഹസങ്ങളാണ് ചെയ്തതെന്ന്. അന്ന് നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സ്പീക്കറുടെ മേശപ്പുറത്ത് കയറി മോഹിനിയാട്ടം തന്നെ അവതരിപ്പിക്കുകയുണ്ടായി. അതിനുമുമ്പ് 1967 അന്നത്തെ മന്ത്രി വെല്ലിംഗടനെതിരെ അന്വേഷണം ആവശ്യപ്പെടുന്ന ഒരു പ്രമേയം സഭ പാസാക്കി. ആ പ്രമേയം പാസ്സാക്കിയത് CPM-ന്റെ താല്പര്യപ്രകാരമല്ല, CPM-ന്റെ നിലപാടിന് വിരുദ്ധമായിരുന്നു. ആ പ്രമേയം പാസ്സായി എന്ന് പ്രഖ്യാപിച്ച സ്പീക്കറെ അദ്ദേഹത്തിന്റെ മൈക്ക് പിഴുതെറിഞ്ഞ് അദ്ദേഹത്തെ വേദിയിൽ നിന്ന് ഓടിച്ച ഒരു രംഗമുണ്ട്. സഭയുടെ വിശുദ്ധി കാക്കാൻ വേണ്ടിയായിരുന്നു. പിന്നീട് MP രാഘവനെ ചവിട്ടിക്കൂട്ടി. അത് അന്നത്തെ നിയമസഭയിൽ ഭരണപക്ഷ ബെഞ്ചുകളുടെ മുമ്പിലിട്ട് ചവിട്ടിക്കൂട്ടി. അങ്ങനെയും ഞങ്ങള് സഭയുടെ വിശുദ്ധി സംരക്ഷിച്ച ആളുകളാണ്. അങ്ങനെ എത്ര സന്ദർഭങ്ങൾ. അതിനു മുമ്പ് MP രാഘവൻ അടക്കമുള്ളവരെ സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, എന്തോ ബഹളമുണ്ടാക്കിയതിന്. അപ്പൊ CPM എന്ത് ചെയ്തു? വനിതാ MLA-മാരുടെ നടുവിൽ നിർത്തിക്കൊണ്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ട അംഗങ്ങളെ സഭയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. പാച്ചാമ്പാടുമായിട്ട് പ്രശ്നമുണ്ടായി, അന്നത്തെ ഭരണപക്ഷവുമായിട്ട് പ്രശ്നമുണ്ടായി. പല MLA-മാരും ആശുപത്രിയിലായി, മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു. ഇതൊക്കെ ഞങ്ങള് നിയമസഭയുടെ പരിശുദ്ധി സംരക്ഷിക്കുന്നതിന് വേണ്ടി ചെയ്ത, വളരെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ചെയ്ത പ്രവർത്തികളായിരുന്നു. ഈ സതീശനെ കുറിച്ചുള്ള ആരോപണം കേട്ടപ്പോഴേ ആളൊരു കൊച്ചു ബുദ്ധിമാനാണല്ലോ എന്നൊന്ന് തോന്നിയതാ. കാരണം
പ്രതിപക്ഷത്തിരിക്കുന്ന ആളാ. എന്നിട്ട് പോലും ഈ കേരയിൽ ഉപയോഗിച്ചിട്ട് ഒരു 150 കോടി അടിച്ചെടുക്കാൻ കാണിച്ച ഒരു മിടുക്കേ. പക്ഷെ അന്നും എനിക്ക് തോന്നിയ ഒരു സംശയം, ഈ പണം ബാംഗ്ലൂരിൽ നിന്ന് ചാവക്കാട് കൊണ്ടുവന്നിട്ട് വീണ്ടും ആംബുലൻസെ കയറ്റി എന്തിനാണ് ബാംഗ്ലൂരിലേക്ക് തന്നെ കൊണ്ടുപോയത് എന്നൊരു സംശയം തോന്നിയതാ. ഇപ്പോഴും ആ സംശയം തീർന്നിട്ടില്ല. ഒരു കാര്യം മറക്കണ്ട, ഈ ആരോപണം ഉന്നയിച്ച അൻവർ സാഹിബ് ഒരു ചില്ലറക്കാരനല്ല. നമ്മുടെ പശ്ചിമഘട്ടങ്ങളിലെ മഴമേഘങ്ങൾ ഉപയോഗിച്ചാണ് ജപ്പാനിൽ മഴ പെയ്ക്കുന്നത് എന്ന ശാസ്ത്ര സത്യം അല്ലെങ്കിൽ ശാസ്ത്ര രഹസ്യം ആദ്യമായിട്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു കാലാവസ്ഥ ശാസ്ത്രജ്ഞൻ കൂടിയാണ്. 2002 വരെ നാസയുടെ വെബ്സൈറ്റിൽ ഈ വിവരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം കാണുന്നില്ല. നിലമ്പൂരുകാരനായ ഒരു ശാസ്ത്രജ്ഞൻ ഇക്കാര്യം ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് നാസായിക്ക് മനസ്സിലാവുകയും അതിനെ തുടർന്ന് വെബ്സൈറ്റിൽ നിന്ന് ഇത് എടുത്തു മാറ്റുകയും ചെയ്തുവെന്നാണ് അന്ന് കേട്ടിരുന്നത്. അതുപോലെ തന്നെ ഈ നിലമ്പൂർ ശാസ്ത്രജ്ഞന് ഒരു നോബൽ സമ്മാനം നൽകുന്നതിനെ പറ്റി സ്വീഡിഷ് അക്കാദമി ചർച്ച ചെയ്തതാണ്. പക്ഷേ ഇതൊരു ശാസ്ത്രശാഖയിൽ വേണോ അതോ ഭാവനാപൂർണമായ സർഗ പ്രവർത്തനത്തിന് വേണോ എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ടായി, തർക്കമുണ്ടായി, അതിനൊരു സമവായം ഉണ്ടായില്ല. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് അന്ന് നൊബേൽ സമ്മാനം കിട്ടാതെ പോയത്. കേരളത്തിന്റെ ദൗർഭാഗ്യം എന്നല്ലാതെ എന്തു പറയാനാണ്. നമ്മുടെ ഈ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പിന്നിലുള്ള രഹസ്യവും നമ്മുടെ അൻവർ സാഹിബ് അറിയാം. നമ്മുടെ നീരാവി അടിച്ചുമാറ്റി അവർ മഴ പെയ്യിക്കുക, അതിനുള്ളൊരു ഒരു കോമ്പൻസേഷൻ മാത്രമാണ് ജപ്പാൻകാരുടെ ഈ കുടിവെള്ള പദ്ധതി എന്നും അദ്ദേഹം വളരെ കൃത്യമായിട്ട് വിവരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് സതീശന്റെ ബുദ്ധിയെക്കുറിച്ച് നല്ല മതിപ്പാണുള്ളത്. പക്ഷേ അദ്ദേഹത്തെക്കാൾ എത്ര ബുദ്ധിമാനാണ് നമ്മുടെ വ്യവസായ മന്ത്രി ഈ രാജീവ് എന്നുള്ളത് കഴിഞ്ഞ ദിവസം അദ്ദേഹം ബാംഗ്ലൂരിലെ IT സ്ഥാപനത്തിന്റെ ഉടമകൾക്ക് അയച്ച കത്തിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അവിടെ ഇപ്പൊ കുറച്ച് വെള്ളത്തിന്റെ പ്രശ്നമുണ്ട്, ശുദ്ധജലം കിട്ടുന്നില്ല, ജലക്ഷാമമുണ്ട് ഇപ്പൊ അവിടെ. അതുകൊണ്ട് നമ്മുടെ മന്ത്രി പറഞ്ഞിരിക്കുക, നിങ്ങൾ അവിടെ നിങ്ങളുടെ കമ്പനിയുടെ കുറ്റിയും പറിച്ചു ഇങ്ങോട്ട് പോര്, കേരളത്തിൽ ഞങ്ങൾ സ്ഥലം തന്നേക്കാം, നിങ്ങൾ ഇവിടെ വന്ന് വ്യവസായം നടത്ത്, ഇവിടെ 10-40 പുഴകളുണ്ട്, വെള്ളത്തിന് യാതൊരു ക്ഷാമവുമില്ല, നിങ്ങൾ ഇങ്ങ് പോന്നേക്കാൻ പറഞ്ഞിരിക്കുക. എന്താ കാഞ്ഞ ബുദ്ധിയല്ലേ? വല്ലവന്റെയും പോരയ്ക്ക് തീ പിടിക്കുമ്പോഴല്ലേ അവന്റെ 4 വാഴ വെട്ടാൻ നമുക്കൊരവസരം കിട്ടത്തുള്ളൂ. രാജീവ് സഖാബ് അതിബുദ്ധിമാനാണ്. പക്ഷെ ഒരു കാര്യം മറക്കരുത്, നമുക്കിവിടെ പുഴയുണ്ട്, നമുക്കിവിടെ ദൈവം സഹായിച്ച് കുടിക്കാനും കുളിക്കാനും എല്ലാത്തിനും വെള്ളമുണ്ട്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഈ പുഴകളിൽ വെള്ളം കയറിയാണ് നമ്മുടെ കേരളത്തിൽ 2 മഹാപ്രളയങ്ങൾ അടുത്ത കാലത്ത് ഉണ്ടായത് എന്ന് നമ്മൾ മറന്നാലും ബാംഗ്ലൂരിലെ IT വ്യവസായികൾ മറക്കുമെന്ന് തോന്നുന്നില്ല.